ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ മക്കളെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് അല്ലെ. 4 മക്കളാണുള്ളത്, 4 പെൺമക്കളാണ്. അപ്പൊ അവർ അത്യാവശ്യം നല്ല രീതിയിൽ മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കുന്ന പെൺകുട്ടികളാണ്. അതില് കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിയ കൃഷ്ണയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്യാവശ്യം നല്ല മോഡലിൽ വെച്ചാൽ നല്ല മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. അപ്പൊ അവരുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഫോട്ടോഷൂട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വേറെ ഒന്നുമല്ല, ഇപ്പൊ അവര് പ്രഗ്നന്റ് ആണ്. നമുക്കറിയാം അവരുടെ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ അവര് പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആയതിനു ശേഷമുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു മോഡേൺ ലുക്കിലാണ് ആ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. ആ ഒരു രീതിയിൽ ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു രീതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ പബ്ലിക് ആയിട്ട് ഇതുപോലുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മളെ പോലുള്ളവർക്ക് ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ തോന്നും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് എന്റെ അഭിപ്രായം പറയണമെന്ന് തോന്നും. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം കണ്ടാൽ മതി. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. ഈ ഒരു വിഷയം കേൾക്കണം അല്ലെങ്കിൽ കാണണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. ഇല്ല എന്നുള്ള ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പൊ എന്തായാലും കൃഷ്ണകുമാറിന്റെ മകളായിട്ടുള്ള ദിയ കൃഷ്ണയുടെ ആ ഒരു ഫോട്ടോഷൂട്ട് കണ്ടപ്പോൾ വളരെ ബോറായിട്ട് തോന്നി. കാരണം അവരിപ്പോ പ്രഗ്നന്റ് ആണ്. എത്ര വലിയ മോഡേൺ ഫാമിലി ആയിക്കോട്ടെ, എത്ര വലിയ മോഡേൺ ചിന്താഗതിയാണെന്ന് പറഞ്ഞാൽ അവര് മലയാളികളാണല്ലേ. അവര് എന്താ പറയാ, ഈ ഒരു സമയത്ത് അതായത് ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തെങ്കിലും കുറച്ച് ഈ ഒരു രീതിയിലുള്ള മോഡേൺ ഒന്ന് കുറയ്ക്കാമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇതിനു മുന്നേ അവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത്, അവർ കല്യാണം കഴിച്ചിരിക്കുന്ന അശ്വിൻ എന്ന് പറയുന്ന ഒരു പയ്യനെയാണ്. അവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവർ ഹണിമൂണിനൊക്കെ പോയപ്പോഴത്തേക്ക് ഇതുപോലെ ബിക്കിനി ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. ബിക്കിനി ഒക്കെ ഇട്ടിട്ട് ഇവര് രണ്ടുപേരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ കണ്ടപ്പോ വലിയ വിവാദമായിരുന്നു. അന്നും നമ്മൾ അതിന് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇമാതിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് ഇതുപോലുള്ള ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അത് കുറച്ച് ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരിക്കലും അവരെ വ്യക്തിഹത്യ ചെയ്യാനോ ഒന്നുമല്ല. നമുക്ക് അവരുടെ അവര് പബ്ലിക്കായിട്ട് ആ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് അല്ലെ ആ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും നമ്മളും ഒക്കെ അത് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് തോന്നി. അപ്പൊ എന്തായാലും അത് വളരെയധികം ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോ എന്താ പറയാ, അവരിപ്പോ വേറെ ഏതെങ്കിലും കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് ഇപ്പൊ നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിലും ഓക്കെ. പക്ഷെ നമ്മൾ കണ്ടുപോയപ്പോ പിന്നെ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയണം. എനിക്ക് എന്തായാലും ഒരു ഫോട്ടോ കണ്ടിട്ട് എന്താ പറയാ, ബിക്കിനി അല്ല അവർ ഇട്ടിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. കാരണം അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു അവസ്ഥയാന്ന് പറഞ്ഞാലും അവർക്കൊക്കെ അവരുടെ ആ ഒരു കാശുണ്ട്, പണം, എന്താ പറയാ, ഭയങ്കര വലിയ സെലിബ്രിറ്റീസ് ആണ്. അപ്പൊ അവർക്ക് പ്രഗ്നന്റ് ആയാലോ അല്ലെങ്കിലോ ഒക്കെ അവർക്ക് ഏകദേശം ഒരേ രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തെങ്കിലും ഇത്രയും രീതിയിലുള്ള ഒരു മോഡലിംഗ് അല്ലെ ഇതുപോലുള്ള ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നമ്മളൊക്കെ എത്ര പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അവർക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല. കാരണം അവർക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ കൂടെയുള്ള ഭർത്താവ് ആയിക്കോട്ടെ, ഈ അശ്വിൻ എന്ന് പറയുന്ന ആളായിക്കോട്ടെ, അയാൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അയാളുടെ ഒരു ഫാമിലിയെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അവർക്കൊക്കെ ഈ ഒരു രീതിയിലുള്ള ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും. കാരണം ദിയ കൃഷ്ണയുടെ ഫാമിലി പോലെ അല്ല ഈ അശ്വിന്റെ. എനിക്ക് തോന്നിയതാണ് കേട്ടോ, ശരിക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും ഒരു മോഡേൺ രീതിയിലൊക്കെ ഈ ഒരു സമയത്ത്, ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മോഡേൺ ലുക്കിലൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ അശ്വിന്റെ ഫാമിലിക്കൊക്കെ ഇതൊക്കെ അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അറിയില്ല, ചിലപ്പോൾ അവർക്കൊന്നും പ്രശ്നമില്ലാതെ ഇരിക്കാം. കാരണം പൈസ ഉള്ളവര് ഏത് രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തില് ആ ഒരു ഫോട്ടോഷൂട്ട് കണ്ടപ്പോഴത്തേക്കും വളരെ ബോറായിട്ട് തോന്നി. ഇതിനു മുന്നേയും ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ബിക്കിനി ഇട്ടുകൊണ്ട് ഇവരേതോ ഹണിമൂണിന് പോയ സ്ഥലത്ത് ഏതോ ഒരു ബീച്ചിലൊക്കെ നിന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ കണ്ടു. അത് അന്ന് ഭയങ്കര വിവാദമായിരുന്നു. അന്ന് ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു ഹണിമൂൺ സമയത്തായിരുന്നു ആ ഒരു ഫോട്ടോഷൂട്ട്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 5-6 മാസമൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മളൊരു കുറച്ചൊരു അമ്മയാകാൻ പോവാണല്ലേ. അപ്പൊ നമ്മളൊന്നും എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ ആ ഒരു മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കത്തേ ഇല്ല. കാരണം ഒരു അമ്മയാകാൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ചെങ്കിലും ആ ഒരു ഡ്രസ്സിങ്ങിൽ കുറച്ചൊരു
മാന്യത കാണിക്കാമായിരുന്നു. മോഡേൺ ചിന്താഗതി അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സൊക്കെ ആവാം, ഇത് കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നി. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരു പക്ഷെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, കാരണം അവർ ആ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്തു, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അതിന് നെഗറ്റീവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇത് ചിന്താഗതി തന്നെയാണ് എനിക്കും. കാരണം അങ്ങനെയുള്ള ഫോട്ടോഷൂട്ട് ഈ ഒരു സമയത്ത് ചെയ്യുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല. അപ്പൊ എന്തായാലും എന്റെ ഒരു അഭിപ്രായം അതാണ്. എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് ഈ ഒരു സമയത്ത്, അത് എത്ര വലിയ സെലിബ്രിറ്റീസും ആയിക്കോട്ടെ, ഈ ഒരു സമയത്തെങ്കിലും ഇമാതിരി ബോറ് പരിപാടി കാണിക്കുന്നത് കുറച്ച് ബോറല്ലേ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.